46-ാമത്തെ ശ്ലോകത്തിലെ കുറേയേറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ സർവപ്രപഞ്ചങ്ങളിലും ഗർഭോദകശായി വിഷ്ണുവായിട്ടും അതുപോലെ ക്ഷീരോദകശായി വിഷ്ണു ആയിട്ടും രണ്ട് ശക്തികളായി വസിക്കുന്നുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. Discussment is personality of Godhead Vishnu resides within each and every universe in two capacities. രണ്ട് നിലയിൽ വസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ 3 തരം വിഷ്ണുക്കളെ കുറിച്ച് പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കാരണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു എന്ന് പറഞ്ഞു. അവരുടെ ആസ്ഥാനത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. കാരണോദകശായി വിഷ്ണു കാരണപുരുഷനിലാണെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാ മെറ്റീരിയൽ യൂണിവേഴ്സസിന്റെയും സോഴ്സ് അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഗർഭോദകശായി വിഷ്ണു എല്ലാ യൂണിവേഴ്സിലേക്കും ആര് തന്നെയാ കടക്കുന്നത്? കാരണോദകശായി വിഷ്ണു തന്നെ ഗർഭോദകശായി വിഷ്ണു ആയിട്ട് കടക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൽ നിന്നാണ് ബ്രഹ്മ ഉണ്ടായത് എന്നറിയാം. പിന്നെ ഗുണാവതാരങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹമാണെന്നറിയാം. അദ്ദേഹത്തിന്റെ ആസ്ഥാനം ഗർഭോദക പുരുഷനിലാണെന്നും അറിയാം. പിന്നെ ക്ഷീരോദകശായി വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എല്ലാ മാറ്ററിന്റെ എല്ലാ ലിവിങ് എൻറ്റിറ്റീസിലും സൂപ്പർ സോൾ ആയിട്ടുണ്ട്. അദ്ദേഹം ശ്വേതദ്വീപിൽ ഉണ്ട് എന്നും ഒരുവിധം നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഞാൻ ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ ടോട്ടലായിട്ട് ആ യൂണിവേഴ്സിനെ കുറിച്ച് ഒരു നോളജ് നമുക്ക് ഇവിടെ കിട്ടേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്വരൂപശക്തിയെ കുറിച്ചും തദേകാത്മ രൂപത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായതുകൊണ്ടാണ് അത് ഞാൻ നിർത്തിവെച്ചത്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കുഴപ്പമോ മറ്റൊരാളുടെ കുഴപ്പമോ അല്ല. കാരണം അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ പതുക്കെ ശ്ലോകങ്ങൾ പഠിച്ചു വരുമ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നിർത്തിയത്, ബാക്കി പറയാതെ നിർത്തിയത്. പക്ഷെ ഇതിപ്പം ശ്രീല പ്രഭുപാദര് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പാർപ്പറ്റിൽ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിർബന്ധമായി പ്രഭുവിനെ കൊണ്ട് അതിന്റെ പാർപ്പറ്റ് വെടിയിപ്പിച്ചത്. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പുസ്തകത്തിൽ ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനത് പിന്നെ പ്രഭുവിനെ കൊണ്ട് ഇടാൻ പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ശ്ലോകം ആവശ്യപ്പെട്ടിരുന്നു, അത് ഇട്ടിരുന്നു. എല്ലാവരും പഠിച്ചോ? അത് മനസ്സിലാക്കിയോ? ഹരേ കൃഷ്ണ. കണ്ടിരുന്നോ എല്ലാവരും? ആരും കണ്ടില്ല? ആരുണ്ട് കണ്ടത്? ഒരുത്തരും മറുപടി പറയുന്നില്ല. എല്ലാവരും ഇവിടെ പോയി. ആരും ഉണ്ടോ ഇവിടെ? ഹരേ കൃഷ്ണ. 53 പേരുടെ 53 പേര്. ഭഗവത്ഗീത ഭാഗവത ശ്ലോകമാണെന്ന് വിചാരിച്ചത് അതും ഉണ്ടായിരുന്നോ പ്രഭു? നിങ്ങൾ പറഞ്ഞ അന്ന് തന്നെ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അത് ഇട്ടിട്ടാണ് ഞാൻ പോയത്. കാരണം അത് ഞാൻ പ്രഭുവിന് അയച്ചു കൊടുത്തു. ചൈതന്യതാമൃത ആദിലീല എന്നും പറഞ്ഞ് കഥഞ്ജന സ്മൃതി യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതം വിപരീതം അത് ഞാൻ അന്നേരം തന്നെ ഇട്ടിരുന്നു, ആ ദിവസം തന്നെ. കാരണം ഇതിപ്പോ ഇന്ന് ബുധനാഴ്ച, ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ശനിയാഴ്ച ദിവസം തന്നെ ആ ശ്ലോകം ഇട്ടിരുന്നു. ഞാൻ പ്രഭുവിനോടും പറഞ്ഞിരുന്നു, അതൊന്നുകൂടി ഇട്ടിട്ടുണ്ട് പ്രഭു. ഞാൻ ഇട്ടത് കൂടാതെ ഞാൻ തന്നെ ആദ്യം വായിച്ചു, അതുകൂടാതെ തന്നെ പ്രഭു ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ആ ഗ്രൂപ്പിൽ അത് കാണുന്നുണ്ട്. ചൈതന്യതാമൃതത്തിലെ ശ്ലോകം ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഇട്ടത്. അതുപോലെ ഞാൻ നേരത്തെ ഒരു ശ്ലോകം നിങ്ങളോട് നേരത്തെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും പഠിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ബെഡിൽ നിന്ന് എഴുതേക്കുന്ന സമയത്ത് ആദ്യമേ നമ്മുടെ അന്ധകരണമാണ് ഉണരുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അതിൽ മനസ്സാണ് ഉണരുന്നത്. ആ സമയത്ത് പറയേണ്ട ഒരു ശ്ലോകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പഠിച്ചോന്ന് എനിക്കറിയില്ല. 4, 9, 6 അത് ഭാഗവത്തിലെയാണ്. യൊന്ത പ്രവിശ്യമവാചമിമാം സുപ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാമ്യ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷ.
പിന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പിന്നീട് നമ്മൾ തറയിൽ കാല് വെക്കുമ്പോഴാണ്. ഇത് വീട്ടിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷിയെ നമ്മുടെ മനസ്സിനെ ഉണർത്തിയെടുത്ത ആ ഭഗവാന് ഒരു ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉണരേണ്ടതെന്നും പറഞ്ഞ് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയില്ല. പിന്നീട് ഇതിപ്പം നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ആരും കണ്ടില്ല അപ്പൊ അത്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇതിനകത്തെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശ്രീല പ്രഭുപാദരെ കാരണസമുദ്രത്തെ കുറിച്ചും അതുപോലെ കാരണസാഗരത്തിനപ്പുറമുള്ള ബ്രഹ്മ തേജസ്സിനെ കുറിച്ചും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ലോകത്തിൽ വിവിധ ലോകങ്ങളിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച്, ഗോലോക വൃന്ദാവനത്തെ കുറിച്ചും മധുരധാമം, ദ്വാരകാധാമം, അയോധ്യാധാമം, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമുക്ക് താഴോട്ട് പോകാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ തന്ന പടം ഒന്ന് ഷെയർ ചെയ്യണേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ സ്വരൂപശക്തിയെ കുറിച്ച് നോക്കുമ്പോഴേ ഭഗവാൻ എവിടെയെല്ലാം ഏതെല്ലാം ശക്തികളിൽ എന്തെല്ലാം രീതിയിലാണ് നിലകൊള്ളുന്നത് എന്ന് കാണിക്കുന്നതിനാണ് ഈ ഒരു ഡയഗ്രാം ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ആ സ്വരൂപശക്തിയോടുകൂടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴവിടെ ഏതെല്ലാം ധാമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഏതെല്ലാം ധാമത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വരൂപശക്തിയിലെ 3 ധാമങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഗോലോക വൃന്ദാവനം, മധുരാധാമം, ദ്വാരകാധാം. ഈ 3 ധാമങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിലെ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സ്വരൂപശക്തിയോടുകൂടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ആദ്യത്തേത് മാത്രം മതി പ്രഭു, ഇപ്പോഴേ ആദ്യത്തേത് മാത്രം. ഹരേ കൃഷ്ണ. അപ്പൊ ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടല്ലോ എല്ലാവരും. ഹരേ കൃഷ്ണ. കണ്ടു മാതാജി. ഈ ഫോട്ടോയില് നമ്മൾ എന്തൊക്കെ കാണുന്നു? എന്തൊക്കെ കാണുന്നു? ആദ്യം ഒരു താമരപുഷ്പത്തിനകത്ത് ആരൊക്കെയുണ്ട്? ഭഗവാനും രാധാറാണിയും ഇരിക്കുന്നു അല്ലെ? അപ്പം രാധാറാണി ഇരിക്കുന്നതിന് റൈറ്റ് സൈഡിൽ കുറച്ച് പച്ച കളർ കണ്ടല്ലോ, കണ്ടോ? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമാണ് അല്ലെ? അപ്പൊ ഇത്രയും ഭാഗം ഗോലോക വൃന്ദാവനത്തിലെ ഈ ഭാഗം, ഈ താമര ഇതൾ കാണുന്ന ഭാഗം. അപ്പൊ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ഏരിയ എന്ന് പറയുന്നത്. അവിടെ രാധാകൃഷ്ണന്മാർ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അവിടെയാണ് ഭഗവാനും ഭഗവാന്റെ പേരൻസും എല്ലാവരുമായിട്ട് വളരെ ആനന്ദകരമായ ലീലകളിൽ ഏർപ്പെടുന്ന സ്ഥലം. അതുപോലെ മധ്യഭാഗത്ത് കാണുന്നിടത്ത് ഭഗവാന്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഭഗവാനും ബലരാമനും അതുപോലെ ഫ്രണ്ട്സും ഗോപികമാരും ഗോപന്മാരും എല്ലാം ആ ഭാഗത്ത് ഉൾപ്പെടുത്തും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അവിടെ രണ്ട് പേരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ആരാണെന്ന് അറിയാമോ? അവിടെ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കണ്ണിന് നല്ല കാഴ്ച കാണുമല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഹരികൃഷ്ണൻ. അയോധ്യ അല്ല, ഗോലോക വൃന്ദാവനത്തിലല്ല അയോധ്യ. ഗോലോകന്റെ താഴെയായിട്ട് വരും. ഈ ഭാഗത്താണ് ഭഗവാനെ നമുക്ക് ഈ കാരുണ്യം എല്ലാം ചൊരിഞ്ഞ ആളാണ്, അവന്റെ സ്ഥലമാണത്. ആരാണ്? ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സുമാണ് ആ ഭാഗം. ആ ഭാഗം അന്തർദീപ് എന്ന് പറയും അല്ലെ? അന്തർദീപ്. അപ്പൊ അവിടെ ആ ഭാഗം അവിടെ വരുന്നു. അപ്പം ഇവിടെ ഭഗവാനും ഭഗവാന്റെ പേരൻസ്, ഭഗവാനും ഭഗവാന്റെ ഗോപികമാരും ഗോപന്മാരും ഒരു ഭാഗത്ത് ഭഗവാനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നിത്യാനന്ദ പ്രഭുവും
ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ്. ഇത്രയും ഗോലോക വൃന്ദാവനത്തിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഭഗവാന്റെ സ്വരൂപശക്തിയെ കാണിക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് മഹാപ്രഭു അന്തർദ്വീപിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഇവിടെ വരുമ്പോൾ മാത്രമേ ഭഗവാൻ ഉള്ളൂ, വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആസ്ഥാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കാണുന്നത് ഗോലോക വൃന്ദാവനം. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ പ്രഭു? ഒന്ന് വലുതാക്കി കാണിക്കാൻ പറ്റുമോ? ആ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നതാണ് ഇത്രയും സ്ഥാനം. അത് കഴിഞ്ഞിട്ട് ഗോലോക വൃന്ദാവനത്തിൽ അവിടെ അയോധ്യധാമൊക്കെ കണ്ടല്ലോ. അപ്പൊ അവിടെ അത്രയും പോകണ്ട പ്രഭു. മധുരധാമം കാണിക്കാൻ പറ്റുന്നില്ല, കുറച്ചൊന്ന് ചെറുതാക്കൂ പ്രഭു. ഈ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഗോലോക വൃന്ദാവനം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്നത് മധുരാധാമം എന്ന് പറയും. മധുര കണ്ടോ, അവിടെ മധുര എഴുതിയിട്ടുണ്ട്, മധുരാധാമം. പിന്നെ അതിന്റെ തൊട്ട് താഴെ ദ്വാരകാധാമം. അതും കാണിക്കും പ്രഭു, ഒന്ന് കാണിച്ചോളൂ. അത് ഇട്ടിട്ട് മധുരാധാമം മുകളിലെ, പിന്നെ ദ്വാരകാധാമം. അപ്പൊ നമ്മള് 3 ധാമങ്ങളെ കുറിച്ച് പറഞ്ഞു. ഗോലോക വൃന്ദാവനം, പിന്നെന്താണ്? നിങ്ങൾ തന്നെ പറയൂ, എന്തൊക്കെയാണ് കണ്ടത്? മധുരാധാമം, ഏറ്റവും ഉന്നതമായ സ്ഥലം ഏതായിരുന്നു? ഗോലോക വൃന്ദാവനം. അതിന് തൊട്ട് താഴെ മധുരാധാമം. അതിന് തൊട്ട് താഴെ അതിന് താഴെയാണ് ആ പടം കണ്ടോ, പടം കാണുന്നത് അയോധ്യാധാമം എന്ന് പറയും. കണ്ടോ അയോധ്യാധാമം? അയോധ്യാധാമം. അപ്പൊ ഇത്രയും ഈ പ്രദേശങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പം ഗോലോക വൃന്ദാവനം ഏറ്റവും ഉന്നതം, മധുരാധാമം, ദ്വാരകാധാമം. അപ്പൊ ഇവിടെയൊക്കെയും ഭഗവാൻ കളിയാടുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ സ്ഥലത്തൊക്കെയും ഭഗവാന്റെ ഐശ്വര്യശക്തി പൂർണ്ണമായിട്ടുണ്ട്. കാരണം എവിടെയാണ് ഐശ്വര്യം കൂടുതൽ, എവിടെയാണ് മാധുര്യം കൂടുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പൊ മാധുര്യം ഒരുപാടുണ്ട്. എല്ലായിടത്തും ഐശ്വര്യം ഒരുപോലെ തിളങ്ങുന്നുണ്ട്. അപ്പം ഗോലോക വൃന്ദാവനത്തിലെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമാണ്. അതുപോലെ മധുരയോ അതിനപ്പുറമാണ്. അതുപോലെ ദ്വാരകയോ, നമ്മൾ ഐശ്വര്യം തേടി പോകുന്നത് എവിടേക്കാണ്? ദ്വാരകയിലേക്കാണ്, അല്ലേ? അപ്പം ദ്വാരകയിൽ അതിനേക്കാൾ ഐശ്വര്യമാണ്. അയോധ്യയിൽ കുറവുണ്ടോ? അതുമില്ല. അപ്പൊ ഇവിടെ എല്ലാം ഐശ്വര്യം പൂർണ്ണമായ നിലയിലുണ്ട്. അപ്പം ഐശ്വര്യം പൂർണ്ണമായിട്ട് നിലയിൽ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും ഈ ഗോലോക വൃന്ദാവനം എടുക്കുമ്പോഴേ അവിടെ ഈ ഐശ്വര്യത്തെ കവച്ചു വെച്ചുകൊണ്ടുള്ള മാധുര്യമാണ് അവിടെ കാണിക്കുന്നത്. അപ്പം വൃന്ദാവനത്തിൽ മാധുരിമ കൂടി നിൽക്കുന്നതിനാൽ, മാധുര്യം കൂടി നിൽക്കുന്നതിനാൽ ഐശ്വര്യം പൂർണ്ണമായിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയരുത്. പക്ഷേ അവിടെ മധുരം കൂടി നിൽക്കുന്നില്ല, മാധുരിമ കൂടി നിൽക്കുന്നതിനാൽ, മാധുര്യം കൂടി നിൽക്കുന്നതിനാൽ നമ്മൾ അവിടെ മാധുര്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം ഗോപബാലന്മാരുമായിട്ടുള്ള സ്നേഹം ഭഗവാന്റേത്, ഗോപികമാരുമായിട്ടുള്ളത്, അച്ഛനമ്മമാരുമായിട്ടുള്ളത്, വൃക്ഷലതാദികളുമായിട്ടുള്ളത്, അതുപോലെ മരങ്ങളുമായിട്ടുള്ളത്, മൃഗങ്ങളുമായിട്ടുള്ളത്, ഈവൻ യമുന നദിയുമായിട്ടുള്ളത് എന്ന് വേണ്ട എല്ലാം, ഈവൻ മണ്ണിനോട് പോലും ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഏറ്റവും മാധുര്യം കൂടി നിൽക്കുന്നതിനാൽ, അവിടെ ഐശ്വര്യത്തെ കവച്ചു വെക്കാൻ മാധുര്യം നിൽക്കുന്നതിനാൽ നമ്മൾ പറയുന്നു അവിടെ മാധുര്യമാണ് കൂടി. അതുപോലെ മധുരയിലും മാധുര്യം കൂടി നിൽക്കുന്നു. ദ്വാരകയിലെത്തുമ്പോഴാണ് ഐശ്വര്യത്തിന്, അവിടെ മധുരം ഇല്ലെന്നല്ല പറയും, മാധുര്യം ഇല്ലെന്നല്ല പറയുന്നത്, അവിടെ ഐശ്വര്യത്തിന് ഒരുപാട് പ്രാധാന്യം. അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ പറയത്തില്ല, ഒരു വ്യക്തി പല സ്റ്റേജസിൽ, ഇപ്പം ഇന്നലെ എന്താണ് ട്രംപ് സ്ഥാനമേറ്റു അമേരിക്കയിൽ, അല്ലെ? അപ്പൊ അമേരിക്കയിൽ അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ തന്റെ എല്ലാ പ്ലാൻസും പറഞ്ഞ്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് വളരെ ശക്തമായ പ്രഭാഷണം, വളരെ ശക്തമായ റൂൾ അദ്ദേഹം നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഓഫീസിൽ അദ്ദേഹത്തിന്റെ സ്റ്റേജ് അതാണ്. അതേസമയം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമകനുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൊച്ചുമകനായിട്ട് വണ്ടി ഓടിക്കുകയോ കളിക്കുകയോ രസിക്കുകയോ ഒക്കെ ചെയ്യും. ആ സ്വയം വ്യക്തി തന്നെയാണ് ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓഫീസിലും
അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് വീട്ടിലും പെരുമാറുന്ന എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഇവിടെ ഗോലോക വൃന്ദാവനത്തിൽ മാധുര്യം കൊണ്ട് നിറയ്ക്കുന്നു, മധുരധാമത്തിലും മാധുര്യം കൊണ്ട് നിറയ്ക്കുന്നു. പക്ഷെ അവിടെ ഐശ്വര്യമില്ലെന്ന് കരുതരുതേ. പക്ഷെ ദ്വാരകയിൽ വരുമ്പോൾ എല്ലാവർക്കും അവിടെയും ഉണ്ട് മാധുര്യം, പക്ഷെ എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം അയോധ്യാധാമത്തിലും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ നിലകൊള്ളുന്നു. അപ്പൊ ഇവിടെ കൃഷ്ണന് 3 ശക്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 16 ശക്തികളല്ല ഞാൻ പറയുന്നത്, 3. അതുപോലെ തടസ്ഥ ശക്തിയെ കുറിച്ചുമല്ല പറയുന്നത്. ഭഗവാൻ ആരാണ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സന്ദിനി ശക്തി, സംബിത് ശക്തി, അതുപോലെ ഹ്ലാദിനി ശക്തി, അല്ലെ? സത് ചിത് ആനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ദ്വാരകാധാമത്തെയും താഴെ ഇറങ്ങിയിട്ട് ഭഗവാനെ കുറിച്ച് ഇപ്പൊ പഠിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഈ ധാമം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏറ്റവും ഭഗവാന്റെ ഹയസ്റ്റ് ഏരിയ ആണെന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ ഭഗവാൻ എങ്ങനെയാണ് സന്ദിനി ശക്തിയിൽ സത് ചിത് ആനന്ദം, അതിലെ സത്താണ് സന്ദിനി എന്ന് പറയുന്നത്. അവിടെ ബലദേവനായിട്ട് ഭഗവാൻ മാറുന്നു. ബലദേവനായിട്ട് ഭഗവാനിൽ നിന്ന് ബലദേവൻ സന്ദിനി ശക്തിയിൽ ബലദേവൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സംബിത് ശക്തിയിലും നിലകൊള്ളുന്നു. സംബിത് ശക്തി കൃഷ്ണൻ തന്നെ അവിടെ സംബിത് ശക്തിയായിട്ട് ഉണ്ട്. അത് മറ്റാരുമല്ല, ബലദേവൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഭഗവാൻ തന്നെയാണ്. നിറത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃഷ്ണൻ സംബിത് ശക്തിയും പ്രദാനം ചെയ്യും. അപ്പൊ അതുപോലെ പിന്നീട് ഭഗവാന് അല്പം എൻജോയ്മെന്റ് വേണമെന്ന് തോന്നിയപ്പോൾ ഭഗവാന് ഹ്ലാദിനി ശക്തിയായി, രാധാറാണിയായി വരുന്നു. അപ്പൊ എന്തൊക്കെയാണ്? സന്ദിനി ശക്തി, സംബിത് ശക്തി, ഹ്ലാദിനി ശക്തി. ഇനി ഇത് അറിയത്തില്ലെന്ന് പറയരുതേ, എഴുതിയെടുത്തോണം. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എഴുതിയെടുത്തോണം. സന്ദിനി ശക്തി, സംബിത് ശക്തി, ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നു. അപ്പം അവിടെ നിന്ന് കൃഷ്ണനെ പിന്നീടാണ് അവിടെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചതുർവ്യൂഹം. പ്രഭു അതൊന്ന് കാണിച്ചോളൂ. ഫസ്റ്റ് ചതുർവ്യൂഹം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ചതുർവ്യൂഹം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എപ്പോഴൊക്കെ കേൾക്കുമ്പോഴൊക്കെ സംശയം വരുന്നതാണ്. ചതുർവ്യൂഹം കണ്ടോ? ഫസ്റ്റ് ചതുർവ്യൂഹം ഒരു കറുപ്പടയാളത്തിൽ അവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ എല്ലാവരും? അതിലല്ല, മറ്റേത് തന്നെ പ്രഭു. ഫസ്റ്റ് ഫോട്ടോയിൽ തന്നെ കണ്ടോ? ഇവിടെ കിട്ടത്തില്ല. അവിടെ എന്താണ് ഫസ്റ്റ് ചതുർവ്യൂഹം വന്നപ്പോ അവിടെ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, മൂലസംഘർഷണൻ, ഈ 4 ഭാവങ്ങൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്രദ്യുമ്നനെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എന്താണ് അനിരുദ്ധനെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ വാസുദേവനെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ മൂലസംഘർഷണനെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ചതുർവ്യൂഹം ഗോലോക വൃന്ദാവനത്തിൽ വെച്ച് തന്നെ ഭഗവാൻ ചതുർവ്യൂഹമായി തീരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മൂലസംഘർഷണൻ എന്ന് പറയുന്നത്. അപ്പം ഗോലോക എന്തൊക്കെ നമ്മൾ പഠിച്ചത് ഇപ്പോഴേ? ഗോലോകത്തെ കുറിച്ച് പറഞ്ഞു, മധുരയെ കുറിച്ച് പറഞ്ഞു, ദ്വാരകയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഭഗവാന്റെ 3 ശക്തികളായ സന്ദിനി ശക്തിയെ കുറിച്ചും സംബിത് ശക്തിയെ കുറിച്ചും ഹ്ലാദിനി ശക്തിയെ കുറിച്ചും പറഞ്ഞു. പിന്നെ ഭഗവാന് 4 ചതുർവ്യൂഹങ്ങളായി മാറുന്നു എന്നും പറഞ്ഞു, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് കുറച്ച് താഴോട്ട് കാണിക്കുന്നുണ്ടോ പ്രഭു? അതില് ആ ഫോട്ടോ ഉണ്ടോ നോക്കിക്കേ, ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് താഴോട്ട്. ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ചതുർവ്യൂഹമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോട്ടോ ഒന്ന് ആര് എക്സ്പാൻഡ് ചെയ്ത് പറയും? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഈ ഫോട്ടോ മാറ്റാൻ പോവാണ്, ആരെങ്കിലും ഒന്ന് പറയും? വസന്തമാതാജി പറയൂ. ഇല്ലേ? ഗോലോകധാമം, മഥുരാധാമം, ദ്വാരകാധാമം, അയോധ്യാധാമം. ഗോലോകധാമത്തെ ഐശ്വര്യം, ഇവിടെ എല്ലാ ഐശ്വര്യവും ഈ എല്ലാ. പിന്നെ വൃന്ദാവനത്തിൽ മാധുര്യധാമം, മാധുര്യം കൂടി നിൽക്കുന്നു. മധുരയിലും മാധുര്യം അതുപോലെ അത്രയും, വൃന്ദാവനത്തിലെ അത്രയും മാധുര്യം വേറെ ഒന്നുമില്ല വൃന്ദാവനത്തിൽ. പക്ഷെ മധുരയിലും മാധുര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്തോ പറഞ്ഞു ഞാന്? വേറെ ആള് പറയും. പിന്നെന്തോ പറഞ്ഞു? ഭഗവാന്റെ ശക്തികളെ, ഭഗവാന്റെ ശക്തി സാന്ദിനി ശക്തി, സന്ദീപ് ശക്തി, ഹ്ലാദിനി ശക്തി. അതായത് സന്ദിനി 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 ശക്തിയാണ് ബലദേവൻ. സന്ദിനി ശക്തി, ഹ്ലാദിനി ശക്തി രാധാദേവി,
ഭഗവാനായിട്ട് തന്നെ സന്ദീപ് ശക്തി ഭഗവാൻ പ്രകടമാക്കുന്നു. ബലദേവൻ തന്നെ. ഹരേ കൃഷ്ണ. പിന്നെന്താ പറഞ്ഞു ഒന്നുകൂടി. ചതുർവ്യൂഹത്തെ കുറിച്ച്. ചതുർവ്യൂഹത്തെ കുറിച്ച് 4 ചതുർവ്യൂഹങ്ങൾ. അനിരുദ്ധൻ, സംഘർഷണൻ, മൂലസംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ഹരേ കൃഷ്ണ മാതാജി. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായി മാതാജി. ഗോലോകത്തിന്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. താമരപ്പൂവിന്റെ ആകൃതിയിലാണ്. ഇതൊക്കെ ബാക്കി കൂടുതൽ പിന്നീട് പറയും. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, അടുത്ത ഫോട്ടോ ഇവിടെ വരുമ്പോ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇത്രയും കാണിച്ചു. ഒന്ന് ചെറുതാക്കിയല്ലേ പറ്റുമെന്തോ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മള് ഇവിടം കവർ ചെയ്തു. കണ്ടല്ലോ, ആ താമര ഇതളുകൾ നിൽക്കുന്നത് കണ്ടല്ലോ. അതിന് താഴെ കുറേ വട്ടം കണ്ടോ? റെഡ് കളറിലും നീല കളറിലും കണ്ടല്ലോ. കണ്ടല്ലോ. അപ്പൊ അവിടെ എന്തായിരിക്കും? വൈകുണ്ഠ ലോകങ്ങൾ മാതാജി. അതാണല്ല വൈകുണ്ഠ ലോകങ്ങള് കാണുന്നത്. വൈകുണ്ഠ ലോകങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് ഭഗവാൻ സെക്കൻഡ് ചതുർവ്യൂഹം. അപ്പൊ സെക്കൻഡ് ചതുർവ്യൂഹത്തിലും ആരൊക്കെയാണുള്ളത്? എന്ത് ചെയ്യുന്നു? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ തന്നെ. അതെല്ലാം സെക്കൻഡ് വാസുദേവൻ, സെക്കൻഡ് സംഘർഷണൻ. അങ്ങനെ സെക്കൻഡ് സംഘർഷനെ നമുക്ക് മഹാസംഘർഷണൻ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് വൈകുണ്ഠത്തിൽ ഇരിക്കുന്നത് ആരാണ്? അവിടെ ഇരിക്കുന്നു കാണിച്ചിട്ടുണ്ട്. ആരാണ്? ലക്ഷ്മിയും നാരായണനും. കണ്ടോ? അവിടെ ലക്ഷ്മി നാരായണന്മാരുടെ ആസ്ഥാനമാണ്. അപ്പം സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റിലുണ്ടായിരുന്ന വാസുദേവനിൽ തന്നെ അവിടെ എന്തുണ്ടാകുന്നു? നാരായണൻ പ്രകടമാകുന്നു. ഇവിടെ വരുമ്പോഴാണ് നാരായണൻ പ്രകടമാകുന്നത്. നാരായണൻ ലക്ഷ്മീ സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദം ആദിപുരുഷം അല്ലെ? അപ്പൊ ആ ഗോവിന്ദനായിരിക്കുന്ന ആദിപുരുഷൻ സഹസ്രം ലക്ഷ്മിമാരോടുകൂടി ഓരോടത്തും ഓരോ ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും എന്തുണ്ട്? ഇത് കാണിച്ചിരിക്കുന്നതെല്ലാം ഓരോ ലോകങ്ങളാണ്. ഇവിടെ എല്ലാം നമുക്കറിയാം. എന്താണ് ലോകം? ആത്മീയ ലോകം എന്ന് പറയുന്ന 4/3 ഭാഗവും നമ്മുടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന 1/4 ഭാഗവുമേ ഉള്ളൂ. അപ്പൊ ആകെ സൃഷ്ടിയുടെ. അപ്പൊ ഈ ആത്മീയ ലോകം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടുത്തെ ഈ ഓരോരുത്തർക്കും ഓരോ ആത്മീയ ലോകമാണ്. ഓരോ ഭഗവാന്റെ അവതാരങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോ നമ്മൾ ചെല്ലുന്നവർക്കും നമ്മൾ ഇവിടുന്ന് പോയി എത്തുന്നവർക്കും നമുക്കിവിടെ നമുക്ക് കഴിയാനുള്ള സ്ഥലം അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആരും സ്ഥലമില്ല എന്നോർത്ത് പോകാതിരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം എല്ലാം ആത്മീയ ലോകങ്ങളാണ്. അപ്പം ആ ഭഗവാൻ അവിടെ സഹസ്രം ലക്ഷ്മിമാരോടുകൂടി ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമായിട്ട് ഈ വൈകുണ്ഠത്തിൽ കഴിയുന്നുണ്ട്. അപ്പം ഗോലോകം, മധുര, ദ്വാരക ഇവിടെ എല്ലാം മാധുര്യത്തോടു കൂടി കഴിയുമ്പോൾ ഇവിടെ ഭഗവാൻ നാരായണനായി വന്നിട്ട് വാസുദേവനിൽ നിന്ന് നാരായണനായിട്ട് വന്നിട്ട് സഹസ്രം ലക്ഷ്മിമാരോടുകൂടി ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം അത് കിട്ടിയല്ലോ ലക്ഷ്മി. അപ്പൊ അവിടെ വെച്ച് അവിടെ റെഡും ബ്ലൂ ആയിട്ട് എന്താ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്? അത് ഓരോ കളർ അവർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ മാതാജി. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. മനസ്സിലായി? ഭഗവാന്റെ ലെഫ്റ്റും ഇടത്തുമായിട്ട് ഇങ്ങനെ കഴിയുന്നേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ ലോകങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. മാതാജി ഇവിടെ അന്നേരം സംഘർഷണനില്ല, അതിന് പകരം നാരായണാണോ? ഉണ്ട്, സംഘർഷണനുണ്ട് മാതാജി. ചതുർവ്യൂഹത്തിൽ മഹാസംഘർഷനായി നിൽക്കുമ്പോൾ മഹാസംഘർഷനായിട്ട് നിൽക്കും. വാസുദേവന് ആരായിട്ട് മാറുന്നു? ജലത്തിൽ ശയിക്കുന്നതിനാൽ നാരായണൻ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇവിടെ വരുമ്പോൾ നാരായണനായിട്ട് വാസുദേവൻ മാറും. വാസുദേവനാണ് നാരായണൻ. കൃഷ്ണൻ തന്നെ വാസുദേവനാണ്, കൃഷ്ണൻ തന്നെ നാരായണനാകുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം സെക്കൻഡ് ചതുർവ്യൂഹം അവിടെ ഉണ്ടാകും. അത് കാണിച്ചിട്ടില്ല. സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ എന്താണ്? അവിടെ മഹാസംഘർഷനുണ്ട്, വാസുദേവനുണ്ട്, സെക്കൻഡ് വാസുദേവനുണ്ട്, സെക്കൻഡ് പ്രത്യുമ്നനുണ്ട്, സെക്കൻഡ് അനിരുദ്ധനുണ്ട്. അതുപോലെ എന്തുണ്ട്? പിന്നെന്തുണ്ട്? മൂലസംഘർഷണല്ല, മഹാസംഘർഷണനും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ വൈകുണ്ഠ ലോകങ്ങൾ കണ്ടു. അപ്പം വൈകുണ്ഠമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ കരുതാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വൈകുണ്ഠത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, ഐശ്വര്യധാമത്തിലേക്ക്, ഐശ്വര്യം പ്രകടമായിരിക്കുന്ന സ്ഥലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലക്ഷ്മി നാരായണന്മാരിവിടെ സ്ഥിതി. അത് കണ്ടല്ലോ.
പിന്നെ അതിന്റെ താഴെയായിട്ട് ഒരു പടം കൂടി കാണുന്നുണ്ട്. താഴെ ഈ ലക്ഷ്മിനാരായണന്മാരുടെ താഴെയായിട്ട് കണ്ടല്ലോ, ബ്രഹ്മജ്യോതി എന്ന് എഴുതിയിരിക്കുന്നതിന് മുകളിൽ അല്പം മുകളിലായിട്ട്. അതെ എന്ന് പറയുന്നത് നമ്മുടെ സദാശിവനാണ്. സദാശിവൻ എന്ത് ചെയ്യുന്നു? അവിടെ വരുമ്പോഴാണ് ഈ മഹാസംഘർഷണൻ വരുമ്പോഴാണ് ഭഗവാൻ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നത്. സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ അത് ഒരുപാട് പറയാനുണ്ട്, അതൊന്ന് ചുരുക്കി പറയുന്നതേ ഉള്ളൂ. ആ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്ന, സൃഷ്ടിക്ക് കണ്ണായി ഭവിക്കുന്നത് ഈ ആരാണ്? സദാശിവനും ഉമ്മയും അവിടെ ഉണ്ട്. സദാശിവലോകം അവിടെ എന്നുള്ളത്. നമ്മളിവിടെ കൈലാസത്തിൽ എന്നൊക്കെ പറയുന്നെങ്കിൽ ഇതിന്റെ എല്ലാം മൂല ആസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൈലാസത്തിലെ ശിവനെ കണ്ടു എന്നൊക്കെ എല്ലാവരും പറയുന്നു. പക്ഷേ ഇവിടെ ഈ ലോകത്തിലാണ് ഇവിടെ അവരുടെ സദാശിവന്റെ ആസ്ഥാനം. പിന്നെ 11 രുദ്രന്മാരുണ്ടാകുന്നു, അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ടല്ലോ ബ്രഹ്മജ്യോതി എന്നുള്ളത്, കണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടൊരു കാര്യം മാത്രം ഞാൻ പറയാം, പുസ്തകത്തിലുള്ളത് മാത്രം. പ്രപഞ്ചത്തിന്റെ ഉത്തരശൃംഗത്തിലാണ് ക്ഷീരോദകശായി വിഷ്ണുവിന് ധാമമുണ്ട്. അതാണ് നമുക്കറിയേണ്ടത്. അതിനും ഇപ്പുറത്ത് ആത്മീയാകാശത്തിനപ്പുറം വിശ്വപ്രപഞ്ചത്തിന്റെ 7 ഇരട്ടി ആവരണത്തിനും അപ്പുറം കാരണസാഗരം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇനി താഴ്ഭാഗം വന്നെടുക്കണം പ്രഭു. ഇത്രയും കഴിഞ്ഞു, ബ്രഹ്മജ്യോതി കഴിഞ്ഞു. ഇനിയും വരുന്നത് ഒരു ധാമത്തെ കുറിച്ചാണ്. ഇനിയും വരുന്നത് ഒരു ബ്രഹ്മാണ്ടമാണ്. നിങ്ങൾക്കറിയാം, കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ബ്രഹ്മാണ്ടങ്ങളിലേക്ക് ഗർഭോദകശായി വിഷ്ണുവായിട്ട് കടക്കുന്നു. ആ ഗർഭോദകശായി വിഷ്ണു ഉൾക്കൊള്ളുന്ന ഒരു ബ്രഹ്മാണ്ടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ബ്രഹ്മാണ്ടം, മനസ്സിലായല്ലോ. പല അളവറ്റ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതിൽ ഒരു ബ്രഹ്മാണ്ടത്തെ കുറിച്ചാണ്, അല്പം താഴോട്ട് വരണം പ്രഭു, ബ്രഹ്മാണ്ടത്തെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നേത്രങ്ങൾക്ക് ഗോചരമാകുന്നതിന് വളരെ വളരെ അപ്പുറം, ആത്മീയാകാശത്തിനപ്പുറം വിശ്വപ്രപഞ്ചത്തിന്റെ 7 ഇരട്ടി ആവരണത്തിനും അപ്പുറം കാരണസാഗരം സ്ഥിതി ചെയ്യുന്നു. നമ്മളെ ഭഗവത്ഗീതയിൽ പറഞ്ഞു, ഭൂമി രാവോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടഥ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭൂമിരാവോ അനലോ വായു ഇതൊന്നും വരുന്നതിനപ്പുറത്തായിട്ട് 7 ഇരട്ടി ആവരണങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. അതിനും അപ്പുറത്ത് കാരണസാഗരം സ്ഥിതി ചെയ്യുന്നു. അല്പം താഴോട്ട് വരണം, കാരണസാഗരം കാണിക്കാൻ പ്രഭു. ഹരേ കൃഷ്ണ. കുറച്ച് താഴോട്ട്. അപ്പൊ ഇവിടെ ഒരു മഹാവിഷ്ണു കിടക്കുന്നതായിട്ട് കാണാമോ? ഇവിടെ ഈ ഭാഗത്ത് ഈ നീല കളറിൽ ബ്രഹ്മജ്യോതിസ് എന്ന് പറഞ്ഞു. അതിനിപ്പുറത്ത് മഹാവിഷ്ണു കിടക്കുന്നു. കണ്ടോ ആ നീല കളറില്? കണ്ടു മാതാജി, കണ്ടു. അപ്പൊ അതാണ് കാരണസാഗരത്തിലാണ് മഹാവിഷ്ണു ശയിക്കുന്നത്. ഒരു മിനിറ്റ്. അതായത് കാരണസാഗരത്തിന് തൊട്ട് മുമ്പും ബ്രഹ്മജ്യോതി ഇടയ്ക്ക് 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നു. 3 വാക്കുകൾ എനിക്ക് കാണില്ലല്ലോ, കാണുന്നില്ല പ്രഭു. എന്താണ്? ഞാൻ വായിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് എഴുതിയിട്ട് ഞാൻ പ്രഭുവിനെ ഇതിട്ടേക്കാം, ഗ്രൂപ്പിലിട്ടേക്കാം. ഞാൻ വേറെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് കേട്ടോ. ഓക്കെ. അങ്ങനെ കാരണസാഗരത്തിലെ കണ്ടോ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? ഭഗവാനിൽ നിന്ന് വരുന്നതാണ് അവിടെ ഇതായിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പം ഭഗവാനിൽ നിന്ന് ഒരുപാട് പ്രപഞ്ചങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അത് കാരണസാഗരത്തിലാണ്. അപ്പം ഇതിനപ്പുറം നോക്കിക്കേ, ഇതിനപ്പുറം എന്താണ്? ബ്രഹ്മജ്യോതിസാണ്. എന്തുകൊണ്ട്? മറ്റേ ഫോട്ടോയിൽ കണ്ടത് എന്താണ്? അതിനപ്പുറത്തെ ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞല്ലോ. ഇതിനുമപ്പുറം ഭഗവാനിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടം വരെ? ഈ ഭാഗം വരെ, ഈ കാരണകോശിന്റെ ഈ ഭാഗം വരെ ബ്രഹ്മ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടമൊക്കെ? ഗോലോക വൃന്ദാവനം തൊട്ട് എവിടെ എന്തൊക്കെയാണ്? ഗോലോക വൃന്ദാവനം, മധുരാധാമം, ദ്വാരകാധാമം, പിന്നെ അയോധ്യാധാമം, പിന്നെ എന്താണ്? വായുകുണ്ഡങ്ങള്, പിന്നെ ബ്രഹ്മജ്യോതിസ്. കണ്ടോ? ഇത്രയും സ്ഥാനവും മൊത്തം എന്താണ്? എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു?
ഭഗവാന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇവിടെ സൂര്യ തേജസ്സാണ് നമുക്ക് പകൽ സമയത്ത് നമുക്ക് പ്രകടമാകുന്നത്, അല്ലെ? അതുപോലെ ഇവിടെ മുഴുവനും ഭഗവാന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ അങ്ങനെ ആ തേജസ് നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥാനമാണ് ഭഗവാന്റെ ദീപ്തിമത്തായ ആ പ്രഭാപൂരത്തിനുള്ളിൽ അസംഖ്യം ആത്മീയാകാശങ്ങളുണ്ട്. അവയെയാണ് വൈകുണ്ഠ ലോകങ്ങളെന്ന് പറയുന്നതെന്ന് നമുക്ക് ശ്രീലപ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഭഗവാന്റെ പ്രഭാപൂരത്തിനുള്ളിൽ കാണുന്ന അസംഖ്യം ആത്മീയ ലോകങ്ങളെ നമ്മൾ എന്തു പറയുന്നു? അവയാണ് ഈ വൈകുണ്ഠ ലോകങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം വൈകുണ്ഠ ലോകവും ഭൗതിക ലോകത്തിലെ അത്യന്തം ബൃഹത്തായ ലോകത്തേക്കാൾ അനേക മടങ്ങ് വലിപ്പമുള്ളതാകുന്നു. ഈ കാണിച്ചിരിക്കുന്ന ഈ കൊച്ചു വട്ടം കാണിച്ചിരിക്കുന്നതെല്ലാം ഭഗവാന്റെ തേജസ്സിനകത്ത് നിലകൊള്ളുന്നതാണ്. ഈ ഭഗവാന്റെ തേജസ്സിനകത്ത് നിലകൊള്ളുന്ന ഓരോന്നും നമ്മുടെ ഈ ഭൗതിക ലോകത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് എന്നാണ്, ബൃഹത്തായ ലോകത്തേക്കാൾ അനേക മടങ്ങ് വലിപ്പമുള്ളതാകുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അവയിൽ ഓരോന്നിലും, ഈ കാണുന്ന ഓരോന്നിലും, ഇപ്പൊ ഈ വട്ടമായിട്ട് ചെറുതായിട്ട് കണ്ട ഓരോന്നിലും ഭഗവാൻ വിഷ്ണുവിനെ പോലെ അതേ രൂപസാദൃശ്യമുള്ള അസംഖ്യ നിവാസികളുമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്നാൽ എന്ത് ശക്തിയാണ് വരുന്നത്? സ്വരൂപ ശക്തി കിട്ടുന്നു എന്ന് പറഞ്ഞു, അല്ലെ? ഭഗവാന്റെ രൂപം കിട്ടുന്നു, ഭഗവാന്റെ ലോകത്ത് വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. 5 ഐശ്വര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ, 5 മോക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതേ രൂപസാദൃശ്യം, വിഷ്ണുവിന്റെ അതേ രൂപസാദൃശ്യമുള്ള നമുക്കെല്ലാം രൂപസാദൃശ്യം കിട്ടും നമുക്ക് അവിടെ ചെന്നാൻ കഴിഞ്ഞാല്. അതുപോലെ അവിടെ ഭഗവാനുമായിട്ട് എല്ലാവരും വസിക്കുന്നുമുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ലോകങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവിടെ. ഈ വൈകുണ്ഠ ലോകവാസികളെല്ലാം തന്നെ മഹാപൗരുഷികാസ് എന്ന് പറയപ്പെടുന്നു. അപ്പം ഭഗവത് സേവനത്തിൽ നേരിട്ട് വ്യാപൃതരാകുന്നവർ എന്ന് അറിയപ്പെടുന്നു. അവിടെ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ്. അവിടെ യാതൊരു കോമ്പറ്റീഷനും ഇല്ല. നമ്മുടെ ഭൗതിക ലോകത്ത് നടക്കുന്നത് പോലെ യാതൊരു കോമ്പറ്റീഷനും ഇല്ല. ഭഗവാനെ സേവിക്കുക എന്നത് മാത്രമാണ് വൈകുണ്ഠ ലോകത്തിലെ ഓരോ ലോകത്തിലും കാണുന്ന ഓരോരുത്തരുടെയും ഉദ്ദേശമെന്ന് പറയുന്നത്. ഭഗവത് സേവ മാത്രമാണ്. ഗോപകുമാരൻ അവിടെ വൈകുണ്ഠം ദർശിക്കാൻ പോയ ഒരു കഥയുണ്ട്, ഭാഗവതാമൃതമൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലായിടത്തും ഇത് മാത്രമേ, ഭഗവാന്റെ സേവ മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ മഹാപൗരുഷികന്മാരെന്ന് പറയുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് മാത്രം പറഞ്ഞു നിർത്തുകയാണ്, ഒരുപാട് പറയാനുണ്ടെങ്കിലും. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവത് സേവനത്തിൽ നേരിട്ട് വ്യാപൃതരാകുന്നവർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെല്ലാം ലോകങ്ങളിൽ യാതൊരുവിധ കഷ്ടപ്പാടുകളും കൂടാതെ സന്തോഷത്തോടെ വസിക്കുന്നു. അപ്പൊ നമുക്ക് ശരിക്കും കാഴ്ചയുള്ളവർക്ക് ഇത് ഓരോന്നും ഓരോ ലോകങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെ കാണാം. നമ്മുടെ നരസിംഹമൂർത്തിയുടെ ലോകം, വരാഹമൂർത്തിയുടെ ലോകം, ഓരോരുത്തരുടെയും ലോകങ്ങളുണ്ട്. നമ്മൾ ആരെയാണോ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരൊക്കെയും ആ ലോകത്തിലുണ്ട്. ഈ മുകളിലാണ്, എവിടെയാണ്? വൈകുണ്ഠത്തിലാണെന്ന് ഓർത്തോണം. 2 കളർ കണ്ട ആ വൈകുണ്ഠത്തിൽ ഓരോ അവതാരങ്ങൾക്കും ലോകമുണ്ട്. ഭഗവാന്റെ ഓരോ എക്സ്പാൻഷൻസിനും അവിടെ ലോകമുണ്ട്. അതിൽ നമ്മുടെ മനസ്സിന് ചേരുന്നതാണോ അതിനനുസരിച്ച് നമ്മൾ ജപിച്ച് അതിനനുസരിച്ച് നമ്മൾ പോകും. നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ലോകങ്ങളിൽ എവിടെയാണോ നമുക്ക് എത്താൻ ഭാഗ്യമുണ്ടാകുന്നത് അവിടെ നമ്മൾ വസിക്കും. അതല്ല നമുക്കിതൊന്നും വേണ്ട, കൃഷ്ണനെ ഡയറക്റ്റായിട്ട് മതി എന്ന് വിചാരിച്ചാൽ നമ്മളെ അങ്ങ് കൊണ്ടുപോകും. എവിടേക്ക്? ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം യാതൊരു കഷ്ടപ്പാടുകളും കൂടാതെ ഓരോ ലോകത്തിൽ ഇവരെ സന്തോഷത്തോടെ വസിക്കുന്നു. അപ്പം ചിരകാലം പരമാനന്ദത്തോടെയും പരിപൂർണമായ പരമാനന്ദത്തോടെയും പൂർണാഭിജ്ഞരായും ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ ഭയം കൂടാതെയും അനാത്യന്തമായ കാലത്തിന്റെ സ്വാധീന പ്രഭാവമില്ലാതെയും അവര് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അപ്പം ഇവിടെ വൈകുണ്ഠ ലോകത്തിൽ ഓരോ അവതാരങ്ങൾക്കും ഓരോ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ എത്തിച്ചേരുന്നവർക്ക്, ഓരോ പ്രപഞ്ചത്തിൽ എത്തിച്ചേരുന്നവർക്ക്, ഓരോ സ്ഥാനത്തും എത്തിച്ചേരുന്നവരെ ജനന, മരണ, വാർദ്ധക്യ രോഗങ്ങളുടെ യാതൊരു ഒരു സ്വാധീനവും ഇല്ലാതെ അവരവിടെ ജീവിക്കുന്നു. അങ്ങനെ ഭഗവാനോടൊപ്പം സഹവസിക്കയാൽ അങ്ങനെ ഭഗവാനോടൊപ്പം അവിടെ ജീവിക്കുന്നു. ആ കാര്യം ഇവിടെ യുധിഷ്ഠിരൻ എടുത്തു പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ ദ്വാരകയിൽ ഭഗവാനോടൊപ്പം ജീവിക്കിയാൽ ദ്വാരകവാസികളെ വൈകുണ്ഠ ലോകത്തിലെ മഹാപുരുഷന്മാരോടൊപ്പം ഇവിടെ ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.
എന്നാണ് നമുക്കിവിടെ ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ അത്രയാണ് നമുക്ക് അറിയാൻ നമ്മുടെ ഈ ശ്ലോകം അനുസരിച്ച് അറിയേണ്ടത്. അപ്പൊ ഇവിടെ അടുത്തത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ എടുക്കുന്നതിനകത്ത് ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കാർണോദകശായി വിഷ്ണു ഇവിടെ ഉണ്ടാകുന്നു. എവിടെയാണത്? അവിടെ ഭഗവാന്റെ തേജസ് ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടെ വരെ അപ്പൊ കാർണോദകശായി വിഷ്ണു, അവിടെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ, അവിടെ നിന്ന് നോക്ക് 1 യൂണിവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ദുർഗാദേവി നിലകൊള്ളുന്നു. ദുർഗാദേവിയെ കണ്ടല്ലോ, ദുർഗാദേവിയുടെ പടം കണ്ടല്ലോ. ഇതിപ്പം നമ്മളെല്ലാവരും ഓരോ യൂണിവേഴ്സും ഓരോ ദുർഗാദേവിയുടെ അധീനതയിലാണ്. അപ്പൊ ആ ദുർഗാദേവി പിന്നെ ലോകങ്ങളെ, ബ്രഹ്മലോകം തൊട്ട് ബ്രഹ്മലോകം, ജനലോകം, തപോലോകം, മഹർലോകം, അങ്ങനെ ലോകങ്ങൾ ഇങ്ങനെ താഴോട്ട് വരുന്നു. ഭൂമി പിന്നെ കാണാമല്ലോ ഒരു പച്ച വരയ്ക്കുള്ളിലെ ഓരോ ലോകങ്ങൾ ഇങ്ങനെ വരുന്നു. താഴോട്ട് വരുമ്പോ അതലം, വിതലം, സുതലം, തലാതലം, അങ്ങനെ താഴോട്ട് പോകുന്നു. അതിന്റെ മധ്യഭാഗത്ത് നമ്മുടെ ഭൂമി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ക്ഷീരോദകശായി വിഷ്ണു ശയിക്കുന്നത് എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. ക്ഷീരോദകശായി വിഷ്ണു ഇവിടെ നമ്മുടെ കാർണോദകശായി വിഷ്ണുവിനെ കണ്ടു. ഇനി നമ്മൾ ക്ഷീരോദകശായി വിഷ്ണുവിനെ കാണാൻ പോവാണ്. ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വരും മഹർ ലോകത്തിലാണ് ക്ഷീരോദകശായി വിഷ്ണു നിലകൊള്ളുന്നത്. എവിടെയാണ്? മഹർലോകത്തിലെ. അപ്പൊ അവിടെ മഹർലോകത്തിലെ ധ്രുവലോകം എന്ന് പറയും. ധ്രുവനെ പറഞ്ഞു വിട്ടില്ലേ? ധ്രുവന്റെ മുതുമുത്തച്ഛന് പോലും കിട്ടാത്ത ഒരു ലോകത്തിലേക്കാണ് ധ്രുവൻ വിളിച്ച് 6 മാസം കൊണ്ട് മെഡിറ്റേഷൻ നടത്തി ഭഗവാനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞത്. 36,000 വർഷം ഇവിടെ ഭൂമി ഭരിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പൊ അങ്ങനെ ആ ലോകത്തിലേക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ തെളിച്ചം കാണുന്നുണ്ടല്ലോ, ധ്രുവലോകം. ഇവിടെ ഈ മഹർലോകമാണ്. ഇവിടെ ഈ മഹർലോകത്തിനടുത്താണ് ധ്രുവലോകം എന്ന് പറയുന്നത്. ഈ ധ്രുവലോകത്തിലാണ് ധ്രുവന്റെ സ്ഥാനം. അതിനടുത്താണ് എന്തുള്ളത്? പാലാഴി. പാലാഴി എന്ന് പറയുന്നത് ആരുടെ ആസ്ഥാനമാണ്? ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ആസ്ഥാനമാണ് പാലാഴി. ധ്രുവലോകത്തിൽ ക്ഷീരസാഗരം കാണുന്നു. അതെ, മഹർലോകത്തിന് അല്പം താഴെയായിട്ട് വരും. പിന്നെ ധ്രുവലോകത്തിനപ്പുറം 1 കോടി യോജനയാണ് മഹർലോകം എന്ന് പറയുന്നത്. അതിനടുത്തായിട്ടാണ് നമ്മുടെ പാലാഴി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെന്നിട്ടാണ് ഇത് ഏത് ലോകത്തിലാണ്? ആത്മീയ ലോകത്തിലാണോ ഭൗതിക ലോകത്തിലാണോ? ഭൗതിക ലോകത്തിൽ. ഒരു മിനിറ്റ്. ഈ പിന്നെ ബ്രഹ്മജ്യോതിയുടെ താഴെയാണല്ലോ കാരണോഷ്യനുള്ളത്. അപ്പൊ ഭൗതിക ലോകത്തിലല്ലേ? വിരജ നദി രണ്ടിന്റെയും കൂടെ മധ്യഭാഗമല്ലേ പ്രഭു? അത് കാരണോഷ്യൻ എന്ന് പറയുന്നത്. രണ്ടിനെയും വേർതിരിക്കുന്നത് വിരജ നദിയാണ്. രണ്ടിനെയും ഭഗവാനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഇവിടെ താഴേന്ന് പറയാൻ പറ്റത്തില്ല പ്രഭു. ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളില്ലേ? ഇതിപ്പോ ഒരെണ്ണം ചുമ്മാതെ ഇവിടെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കാരണകോശം കിടക്കുന്നു എന്നുള്ളത് ഇതുപോലെ അനേകം കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളില്ലേ? ഇതിപ്പോ ഒരെണ്ണം വെറുതെ നമുക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചൈതന്യചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഒരു ഡയഗ്രാം എടുത്തുന്നേ ഉള്ളൂ. എന്റെ സംശയം എന്ന് പറഞ്ഞാല് ബ്രഹ്മജ്യോതിക്ക് ഇപ്പുറമല്ലേ കാരണോഷ്യനുള്ളത്. അപ്പൊ അത് ഈ പറയുന്ന മഹാവിഷ്ണു എന്ന് പറയുന്ന ഭൗതിക തലത്തിൽ നിൽക്കുകയല്ലേ വിഷ്ണുവായിട്ട്, മഹാവിഷ്ണുവായിട്ട്. പിന്നാണ് സൃഷ്ടിയെ കുറിച്ച് ഭഗവാൻ ചിന്തിക്കുന്നത്. അവിടെ വരുമ്പോഴാണ് ഈ കാരണോദകശായി വിഷ്ണു. കാരണം സെക്കൻഡ് ചതുർവ്യൂഹം എന്ന് പറഞ്ഞില്ലേ? മഹാസംഘർഷനെ കുറിച്ച് പറഞ്ഞില്ലേ? സെക്കൻഡ് ചതുർവ്യൂഹം എവിടെ വെച്ചാ ഉണ്ടാകുന്ന സെക്കൻഡ് ചതുർവ്യൂഹം? വൈകുണ്ഠത്തിൽ. ആ വൈകുണ്ഠത്തിലെ സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ എത്തുമ്പോഴാണ് സൃഷ്ടിയെ കുറിച്ചുള്ള ചിന്താഗതി വരുന്നതും അവിടെ നിന്നാണ് സദാശിവലോകം വരുന്നതും. സദാശിവലോകത്തിൽ അപ്പൊ ആ സമയത്താണ് അവിടെ എന്താണ് വിരജ കാരണ സമുദ്രം അല്ലെങ്കിൽ വിരജ ഇതിനെ വേർതിരിക്കുന്നു. ഏതിനെ? ഭൗതിക ലോകത്തെ ആത്മീയ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ് വിരജാനദി അല്ലെങ്കിൽ കാരണനദി. അപ്പൊ ആ കാരണനദിക്ക് താഴെയായിട്ടാണ്, നേരെ താഴെയെന്നൊന്നും പറയാൻ പാടില്ല, യഥാർത്ഥത്തിൽ അതിനും ആണെന്ന് നമ്മൾ പറഞ്ഞെങ്കിലേ നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത്. ബ്രഹ്മാണ്ടം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് കാരണോദകശായി വിഷ്ണുവാണ്. കാരണോദകശായി വിഷ്ണു കഴിഞ്ഞതിന് ശേഷം ഭൗതിക ലോകത്തിൽ എന്ത് വരുന്നു? യഥാർത്ഥത്തിൽ ആര് വരുന്നു? ദുർഗാദേവി വരുന്നു. ദുർഗാദേവി കഴിഞ്ഞിട്ട് 14 ലോകങ്ങളിലെ ബ്രഹ്മലോകമാണ് ഫസ്റ്റിൽ കാണുന്നത്. ബ്രഹ്മലോകം, ജനലോകം, തപോലോകം, മഹർലോകം അല്ലെ? ആ മഹർലോകത്തിനടുത്തായിട്ട് പാലാഴിയുണ്ട്. പാലാഴിയിൽ അവിടെ ധ്രുവലോകം, നമ്മൾ ധ്രുവന്റെ പ്രത്യേകമായിട്ട് ഭഗവാൻ ഭജിച്ചു കൊടുത്ത ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ആ ലോകത്തിലെ ഭഗവാൻ അടുത്തായിട്ട്
പാലാടിയുണ്ട്. പാലാടിയിൽ പോയാണ് ഭൂമിദേവിയും അതുപോലെ നമ്മുടെ ദേവന്മാരും എല്ലാം കൃഷ്ണനോട് കിടന്ന് ഇപ്പൊ സങ്കടം വരുമ്പോഴെല്ലാം ഓടിപ്പോയി അവിടെ ചെന്നാണ് പറയുന്നത്. ആ പാലാടിയുടെ ഭാഗത്ത് എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണുള്ളത്. അപ്പം ജനലോകം, മഹർലോകം, തപോലോകം അതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടങ്ങളും ഓരോ ദുർഗാദേവിയുടെ അധീനതയിലാണ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മള് സൃഷ്ടിയായി കഴിഞ്ഞു. പിന്നെ സൃഷ്ടി വരുമ്പോഴേ ഭഗവാൻ എന്ത് ചെയ്യുന്നു? 11 രുദ്രന്മാരൊക്കെ ആകുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ രുദ്രന്മാര് വരുന്നു. ഓരോ രുദ്രന്മാരും എന്താണ് ഈ ഭൗതിക ലോകത്തെ ദുർഗയോടൊപ്പം ശിവനുണ്ടല്ലോ. അപ്പൊ ആ ശിവൻ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇവരെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒറ്റയുള്ളത് കൃഷ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതെല്ലാം പലതായിട്ട് പല ബ്രഹ്മാണ്ടങ്ങളായിട്ട് പല ബ്രഹ്മാണ്ടത്തിൽ ഇതെല്ലാം കാണാൻ കഴിയും. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ഈ കാരണോദകശായി വിഷ്ണു കിടക്കുന്നത് ഭൗതിക ലോകത്തില് അല്ലേ? അതിന്റെ രണ്ടിന്റെയും കൂടി ഏകദേശം അതാണെന്ന് പറയാം. രണ്ടിന്റെയും കൂടി ഒരു മധ്യഭാഗം നമ്മൾ പറയത്തില്ലേ, അത് തന്നെ വേർതിരിക്കുന്ന സ്ഥലം കാരണോഷ്യം. ഭൗതിക ലോകത്തെ ആത്മീയ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. അല്ല, ഈ കാരണകോശം കിടക്കുന്നത് ഭൗതിക ലോകത്തിലാണ് അല്ലേ? ഭൗതിക ലോകത്തിനോട് ചേർന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഭഗവാൻ അവിടെ വന്ന് നടന്നത് കൊണ്ടാണ് ഈ ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകം ഉണ്ടാകുന്നത്. കൃഷ്ണ മാതാജി, അപ്പൊ ഭൗതിക ലോകത്തിലാണോ ദുർഗാദേവി? അതെ, തീർച്ചയായിട്ടും. അതിന് ഒരു ഡൗട്ടും ഇല്ല. ഹരേ കൃഷ്ണ. മാതാജി രണ്ടാമത്തെ ചതുർവ്യൂഹം വാസുദേവൻ, മഹാസംഘർഷം അങ്ങനെ തുടങ്ങി. അടുത്തത് നാരായണൻ, ലക്ഷ്മി ദേവ്. മാതാജി അങ്ങനെ ഒന്ന് അടുക്കടുക്കായിട്ട് ഒന്ന് പറഞ്ഞു തരുമോ മാതാജി, താഴോട്ട് വരെ? അപ്പൊ ഒന്ന് എഴുതിയെടുക്കാൻ എളുപ്പമായിരുന്നു. മനസ്സിലായോ മാതാജി ഞാൻ പറഞ്ഞ? രണ്ടാമത്തെ ചതുർവ്യൂഹം എന്ന് പറഞ്ഞു മഹാസംഘർഷണൻ. അതിൽ നിന്ന് നാരായണൻ ഉണ്ടാകും. രണ്ടാമത്തെ ചതുർവ്യൂഹം പറയുമ്പോ വാസുദേവൻ, മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അത്രയും കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ അതിനകത്തുള്ളത്. അതിലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നതാണെന്ന് തോന്നുന്നു. ഓരോ അനിരുദ്ധൻ, ഇപ്പൊ മഹാസംഘർഷൻ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞു വാസുദേവൻ നാരായണനായി സംവിത്ത് ശക്തിയാലാണ് വാസുദേവൻ നാരായണനായിട്ട് നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ എത്തുമ്പോഴത്തേക്ക് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നുള്ളതില് ആ സംഘർഷണനാണ് കാരണോദകശായി വിഷ്ണുവായിട്ട് മറക്കരുത്. മഹാസംഘർഷനാണ് കാരണോദകശായി വിഷ്ണുവാണ്. സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നു, അപ്പം വിഷ്ണു രൂപം കൈക്കൊള്ളുന്നു. അങ്ങനെയാണ് ഭഗവാൻ. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ്? വിഷ്ണുവാണ് ഏറ്റവും അങ്ങേയറ്റത്തേതാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഭഗവാൻ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ മഹാസംഘർഷണൻ എന്തായി മാറുന്നു? കാരണോദകശായി വിഷ്ണുവായിട്ട് മാറുന്നു. അതുപോലെ ആ മഹാസംഘർഷണൻ തന്നെയാണ് ആരാകുന്നതും യഥാർത്ഥത്തിലെ നമ്മുടെ സദാശിവനായിട്ട് മാറുന്നത് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് നമുക്ക് തന്നിട്ടില്ല, എന്നിരുന്നാൽ ഞാൻ പറയാണ് മഹാസംഘർഷനാണ് എന്താകുന്നത്? കാരണോദകശായി വിഷ്ണു. പ്രദ്യുമ്നൻ ആരായിട്ട് മാറുന്നെന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഗർഭോദകശായി വിഷ്ണു പ്രദ്യുമ്നൻ. അനിരുദ്ധനെ ക്ഷീരോദകശായി വിഷ്ണുവായിട്ട്. നമ്മൾ തിരുവനന്തപുരത്തെ ഭഗവാനെ കാണുന്നു ആരായിട്ടാണ്? ഗർഭോദകശായി വിഷ്ണുവായിട്ട്. തിരുവട്ടാറിൽ ചെല്ലുമ്പോഴോ ഗർഭോദകശായി വിഷ്ണു അല്ലേ? കാരണോദകശായി വിഷ്ണു. അവിടെ ഉണ്ടോ? അവിടെ ബ്രഹ്മാവുണ്ടോ? ബ്രഹ്മാവില് ഇല്ല. അവിടെ കാരണോദകശായി വിഷ്ണു. ആദ്യത്തെ ആദികേശവനല്ലേ? ആദികേശവൻ അവിടെ തിരുവട്ടാറില്. പിന്നെ നമുക്ക് എവിടെയാ ജനാർദ്ദൻ ക്ഷേത്രം എവിടെയാ? ഇവിടെ കൊല്ലത്തിനടുത്തുള്ളത് വർക്കലയില്. അവിടെയാണ് ക്ഷീരോദകശായി വിഷ്ണു. അപ്പൊ അത് മനസ്സിലാക്കി. പിന്നെ മാതാജി, പിന്നെ അടുത്തത് വാസുദേവനിൽ നിന്ന് നാരായണൻ ലക്ഷ്മി സമേതം. അതതിനു മുമ്പായി മാതാജി. ലക്ഷ്മി സമേതം വൈകുണ്ഠത്തിൽ വെച്ചായി. വൈകുണ്ഠത്ത് അനിരുദ്ധൻ ആരായി മാറുന്നു? ക്ഷീരോദകശായി വിഷ്ണു. അനിരുദ്ധൻ.
മഹാസംഘർഷൻ കാരണോദകശായി വിഷ്ണു, പ്രത്യുഘ്നൻ ഗർഭോദകശായി വിഷ്ണു, അനിരുദ്ധൻ ക്ഷീരോദകശായി വിഷ്ണു. ക്ഷീരോദശം. ഇത് പറഞ്ഞു തരാനാണ് ഞാൻ തുടങ്ങിയത്. വൈഭവ വിലാസമെന്നും പ്രഭവ വിലാസമെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ ഇനിയും പിന്നീട് പഠിക്കാൻ നിങ്ങൾക്ക് അത്രയും വരുന്നില്ല. പ്രഭവ വിലാസത്തിൽ നിന്നാണ് ആദ്യത്തെ ഈ ഫസ്റ്റ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. അതുപോലെ വൈഭവ വിലാസത്തിൽ നിന്നാണ് സെക്കൻഡ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അതിനാണ് അന്ന് ഈ തദേകാത്മക രൂപവും സ്വയം രൂപവും ആവേശ രൂപവും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു ശ്ലോകം വരുന്നു, ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് അന്നേ എടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയത്. ഭഗവാന്റെ 3 രൂപങ്ങൾ, സ്വയം രൂപം, തദേകാത്മ രൂപം, ആവേശ രൂപം. അതിലെ ആ തദേകാത്മ രൂപത്തിലെ പ്രഭവ വിലാസത്തിൽ നിന്ന് ഫസ്റ്റ് ചതുർവ്യൂഹം, വൈഭവ വിലാസത്തിൽ നിന്ന് സെക്കൻഡ് ചതുർവ്യൂഹം. ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത് പിന്നീട് നമ്മൾ ഒരു ബ്രഹ്മാണ്ടത്തെ കുറിച്ച് പഠിച്ചു. ബ്രഹ്മാണ്ടത്തിലുള്ള 14 ലോകങ്ങളെ കുറിച്ച് അറിയണം. അതിൽ എവിടെയാണ് മഹർലോകത്തിനടുത്ത് ധ്രുവലോകത്തിന് അടുത്ത് പാലാഴിയിൽ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ എന്നും പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഉള്ളവരെ വൈകുണ്ഠ ലോക ഇനിയും വൈകുണ്ഠത്തിലെ ആൾക്കാരെ കുറിച്ചാണ് നമ്മുടെ ശ്രീലപ്രഭു അതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അവരെല്ലാം മഹാപൗരുഷികാസാണ്, അവരെല്ലാം സന്തോഷത്തോടു കൂടി വസിക്കുന്നു എന്നും പറഞ്ഞു. ഇതിൽ ആർക്കെങ്കിലും ഇത്രയും കാര്യത്തിൽ സമയമാകുന്നു ഡൗട്ട് ഉണ്ടോ? അടുത്ത ശ്ലോകം തൊടാൻ പോലും കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ മാതാജി, ഗോലോകത്തിൽ ഭഗവാന്റെ ഗോപികമാരും കൂട്ടുകാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു താഴെ മധ്യഭാഗത്തായിട്ട്. അവിടെ അവർക്ക് ഭഗവാന്റെ രൂപമാണോ മാതാജി? അത് എങ്ങനെയാണ് രൂപം? വേണും ഗുണന്തവര ഗോലോകത്തിലെ രൂപം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? വേണും ഗുണന്തവര 2 കൈയിലുള്ള ശ്യാമസുന്ദരനായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് അവിടെ ഗോലോകത്തിൽ പിന്നെ യാതൊരു വ്യത്യാസമില്ല. 4 കൈ വരുന്നത് എവിടെയാണ്? വൈകുണ്ഠത്തിൽ വരുമ്പോൾ, വൈകുണ്ഠ ലോകത്തിലാണ്. വൈകുണ്ഠ ലോകത്തിൽ വരുമ്പോഴാണ് നാരായണൻ 4 കൈകളോടുകൂടി വരുന്നത്. മറ്റേടത്ത് 2 കൈകളോട് ശ്യാമീടം നടവരവു കർണയോ കർണികാരം വിഭ്രത്വാസ കനകവിശം വൈജയന്തിഞ്ചമാല എന്ന് പറയുന്ന അതുപോലെ 2 കൈകളായിട്ട്. ഇത് കാണാൻ വേണ്ടി നിങ്ങൾ ഭഗവത്ഗീതയിൽ പഠിച്ചു. ഈ രൂപം കാണാൻ വേണ്ടി എത്ര എന്താണ് ആൾക്കാരാണ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ശുദ്ധ ഭക്തന്മാര് ഈ ലോകത്തിന് വേണ്ടി. അതുപോലെ സ്വർഗലോകവാസികളെല്ലാം ഈ ഒരു രൂപം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ വൃന്ദാവനത്തിൽ വന്ന് ഇവിടെ കളിക്കുന്ന അവസരത്തിലെ അദ്ദേഹം എങ്ങനെയാണ് ഈ കൃഷ്ണൻ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ അവിടുന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഇവിടെ വന്ന് നമുക്ക് ആ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ തനി രൂപം എന്ന് പറയുന്ന പൂർണ്ണ പുണ്യാവതാരം എന്ന് പറയുന്നത് കൃഷ്ണൻ മാത്രമാണ്. മറ്റേ രാമനെ നമ്മൾ പറയുന്നെങ്കിലും പൂർണ്ണ പുണ്യാവതാരം അത് മാത്രമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ആ പൂർണ്ണ പുണ്യാവതാരമായിരിക്കുന്ന കൃഷ്ണനെ തന്റെ ആ രൂപം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ആ ലോകവാസികൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശവും ഉണ്ടായിരുന്നു ഭഗവാൻ. കാരണം ഭൂമിദേവി ആവശ്യപ്പെട്ടിട്ടാണ് വന്നത്. ഭൂമിദേവിയും ദേവന്മാരും ആവശ്യപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് വന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ രൂപം കാണിച്ചു കൊടുക്കാനും ഭഗവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടല്ലേ നന്ദമഹാരാജാവിനെ കൊണ്ടുപോയി, നന്ദമഹാരാജാവ് ചെന്നിട്ട് അവിടെ വരണന്റെ ലോകത്തിൽ ചെല്ലുമ്പോഴേ എന്താണ് അവിടുത്തെ ഐശ്വര്യത്തെ കുറിച്ച് വന്ന് വൃന്ദാവനവാസികളോട് പറയും. അപ്പൊ വൃന്ദാവനവാസികൾക്ക് അത് കേട്ടപ്പോ അങ്ങ് നിൽക്കാൻ വയ്യ. ഉടനെ ഭഗവാൻ അത് കാണണമെന്ന് പറയും. അപ്പൊ ഭഗവാൻ കൊണ്ടുപോയി എന്ത് ചെയ്യും? യമുനയിലെ ആ അക്രൂരഘട്ടിന്റെ ഭാഗത്ത് ഇവരെ മുക്കിയിട്ട് അവർക്ക് ഗോലോക വൃന്ദാവനം കാണിച്ചു കൊടുക്കും. അപ്പൊ അത് കാണിച്ചു കൊടുക്കുമ്പോ ഇവര് വിചാരിക്കും, ഇതെന്താണ്, എന്തൊരു തേജസ്, ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ ഒരു നിമിഷം വൃന്ദാവനവാസികൾക്ക് ഈ ഗോലോക വൃന്ദാവനത്തെ അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴേ? ഇവിടെ വന്ന അവസരത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, തെറ്റിപ്പോകരുത്. എപ്പോഴേ? ഇവിടെ ഭഗവാൻ അവതരിച്ച അവസരത്തിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ റിപ്പബ്ലിക്കയാണ്, ഒരു പതിപ്പാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ പശുക്കളെ മേയ്ക്കുക, കൂട്ടുകാരോടുകൂടി രസിച്ച് നടക്കുക, എല്ലായിടത്തും ഭഗവാനാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. ഗോപികമാരും ഗോപന്മാരും ഭഗവാനെ സാധിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഹരേ കൃഷ്ണ മാതാജി, വൈകുണ്ഠ ലോകത്തിൽ, ആത്മീയ ലോകത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ അവിടുന്ന് വീണ്ടും നമുക്ക് താഴേക്ക് വരേണ്ടി വരുമോ മാതാജി? ഇല്ല, വരത്തില്ല. കാരണം വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇച്ഛിക്കും, ചിലപ്പോഴേ നമ്മൾ ഇച്ഛിച്ചാൽ നമുക്ക് താഴേക്ക് വരാൻ പറ്റും. അല്ല, പിന്നെ ഭഗവാനെ അത് ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഭഗവാനെ സേവിക്കുന്നതിന് ഭഗവാൻ ആവശ്യമായി വരുമ്പോൾ, ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ, ഇപ്പം വസുദേവരെ ദേവകിയൊക്കെ ഇങ്ങോട്ട് വന്നു, അതുപോലെ യശോദാമ്മയൊക്കെ എന്താണ് ഭഗവാന്റെ സേവയ്ക്ക് ആവശ്യമായ അതേ ശുദ്ധ ഗുണങ്ങളുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തണമായിരുന്നു. അതുകൊണ്ടാണ് പാർശ്വതന്മാരായിട്ടല്ലേ മാതാജി? പാർശ്വതന്മാരായിട്ട് അവർ എത്തിച്ചേരുന്നുണ്ട്. അത് അവരുടെ കൃഷ്ണ.
അങ്ങനെ അവരിവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അവിടെ എത്തുക എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനം. അപ്പൊ നാരായണനാകുന്ന ഏത് ശക്തിയിലാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നാരായണനാകുന്ന ശക്തി ഏതാണ്? സന്ധിനിയാണോ, സംബിത്താണോ, ആഹ്ലാദിനിയാണോ? സംബിത് ശക്തി, മറക്കരുത്. ബലരാമനാകുന്നത് സന്ധിനി ശക്തി. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ ഇവിടെ നോക്കാന്. അപ്പൊ ഞാൻ ഇതിട്ടിട്ടുണ്ട്, ഇവിടെ പ്രഭു ഇട്ടിട്ടുണ്ട്. മാതാജി പറഞ്ഞില്ലായിരുന്ന ഒരു ശ്ലോകം ഇന്നലെ ഇട്ടു തന്നില്ലയോ? ഞാൻ ഇട്ടു തന്നു. കഥാസകന സ്മൃതി യസ്മിൻ എന്ന് പറഞ്ഞ്. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം ശ്രീചൈതന്യം നമാമിതം. അതാ ഞാൻ ആദ്യം ചോദിച്ചത്, ആരെങ്കിലും അത് പഠിച്ചോന്നറിയാനാ ചോദിച്ചത്. എന്തോ? വിസ്മൃതി വിപരീതം വിപരീത സ്യാത്. ഇംഗ്ലീഷിലാണ് മാതാജി അതുള്ളത്. അത് മലയാളത്തിലുള്ള ഒരു മലയാളത്തിൽ എല്ലാരും ശ്രദ്ധിക്കുക. അപ്പൊ ഇംഗ്ലീഷിലായതുകൊണ്ടാണ് എല്ലാരും കണ്ടിട്ടുണ്ടാകും മാതാജി. പക്ഷെ ചൈതന്യ ചരിതാമൃതം എടുത്തിട്ട് മലയാളം മാർക്കൊണ്ട് ഞാൻ ആരോടെങ്കിലും പറയാം അതൊന്നുകൂടെ മലയാളത്തിൽ ഇടാനായിട്ട്. എന്റെ പിന്നെ പറഞ്ഞില്ലായിരുന്നു 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകം. അത് ഞാൻ പണ്ട് പറഞ്ഞതല്ലേ മാതാജി, പണ്ടേ പറഞ്ഞിരുന്നതാണ്. യോന്തപ്രവിശ്യമമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന. ഈ നമുക്ക് ഈ ജീവൻ തരുന്ന ഭഗവാനെ നമ്മൾ ഉണരുന്ന അവസരത്തിൽ ആദ്യം ഉണരുന്നത് നമ്മുടെ ചിത്തമാണ്, കോൺഷ്യസ്നെസ് ആണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേക്കത്ത് നമ്മളെ ലക്ഷ്മിയെ വിളിക്കുന്നതിന് മുമ്പേ നമ്മൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ പറയാവുന്ന ശ്ലോകമാണിത്. 4:9-6 യോന്തപ്രവിശ്യമമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രണാമോ ഭഗവതേ പുരുഷായ തുഭ്യം. അത് പറയാം. അത് ഞാൻ പണ്ടേ പറഞ്ഞിരുന്ന നിങ്ങൾ എല്ലാവരും പറയണമെന്ന്. ഞാൻ മഹാസംഘർഷനും മൂലസംഘർഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ഒന്നും ഒരു വ്യത്യാസമില്ല. ആദ്യം വരുന്നത് സംഘർഷം, ഭഗവാന്റെ സംഘർഷം ആയതുകൊണ്ട് സംബിത് ശക്തിയിൽ വരുന്നു, അതുകൊണ്ട് അവിടെ മൂലസംഘർഷം പറയും. അത്രേ ഉള്ളൂ. അവിടെ വ്യത്യാസം ഒന്നുമില്ല. ആദ്യം വന്നത് ആദ്യം വരുന്ന മൂല കാരണം എന്താണെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? ആദ്യത്തെ ആയതുകൊണ്ട് മൂലസംഘർഷം, രണ്ടാമത്തെ മഹാസംഘർഷം. മഹാസംഘർഷം എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൽ നിന്നാണ് ഈ വന്നിരിക്കുന്ന എല്ലാ സൃഷ്ടികളും, പിന്നെ അല്ലേ ബ്രഹ്മാവ് ഉണ്ടാകുന്നതും ഒക്കെ. അപ്പം സന്ധിനി ശക്തിയിൽ നിന്നാണോ ബലദേവൻ വരുന്നത്? ബലരാമൻ വരുന്നത് സന്ധിനി ശക്തിയാണ്. ആദ്യം സൃഷ്ടിക്ക് ബലരാമനല്ലേ കാരണമായി ഭവിക്കുന്നത്. സംഘർഷം ഫസ്റ്റ് ചതുർവ്യൂഹം സംബിത് ശക്തിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ഓർക്കേണ്ടത് പ്രഭവവിലാസത്തിൽ നിന്നാണ് ഫസ്റ്റ് ചതുർവ്യൂഹം വരുന്നത്. അതുപോലെ വൈഭവ വിലാസത്തിൽ നിന്നാണ് സെക്കൻഡ് ചതുർവ്യൂഹം വരുന്നത്. ഫസ്റ്റ് ചതുർവ്യൂഹത്തിലെ മൂലസംഘർഷണനാണുള്ളത്. ആ മൂലസംഘർഷണനും അതുപോലെ വാസുദേവനും അവരിൽ നാരായണനാ വരുന്നു. അപ്പൊ എന്നാ അത് ഓർത്തിരുന്നാ മതി. പിന്നെ ഫസ്റ്റ് ചതുർവ്യൂഹത്തിലാണ് മൂലസംഘർഷണം ഉള്ളത്, സെക്കൻഡ് ചതുർവ്യൂഹത്തിലാണ് മഹാസംഘർഷണം ഉള്ളത്. ആ മഹാസംഘർഷനാണ് സൃഷ്ടിക്ക് കാരണമായി ഭവിക്കുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഹരേ കൃഷ്ണ. ഇവിടെ ആസ്ഥാനം മനസ്സിലായല്ലോ? ഹരേ കൃഷ്ണ മാതാജി. സമയം കഴിഞ്ഞു. സന്ധിനി ശക്തി ബലദേവൻ, ക്ലാഡിനി ശക്തിയാ? ക്ലാദിനി ശക്തി രാധാറാണി മാതാജി. സംബിത് ശക്തി? സംബിത് ശക്തി ഭഗവാൻ വാസുദേവനായിട്ട് തന്നെ നിലകൊള്ളുന്നു. സംബിത് ശക്തി. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നിട്ട് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. പ്രഭു ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഇട്ടേക്കണേ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.